Dear students, today we are going to discuss about film deposition or metal film deposition. Deposited films are used in the fabrication of VLSI circuits. Usually two kinds of films are deposited. That is dielectric and polysilicon. See, നിങ്ങൾ CMOSൻ്റെ അല്ലെങ്കിൽ മോസ്ഫെറ്റിൻ്റെ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് സോഴ്സും ഡ്രെയിനും റീജിയൻ ഡിഫ്യൂസ് ചെയ്ത റീജിയൻ കാണാം. അതിൻ്റെ മുകളിൽ നിങ്ങൾ കോണ്ടാക്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് മെറ്റൽ ഡെപ്പോസിഷൻ നടത്തേണ്ടി വരും അല്ലേ. ഗേറ്റിൻ്റെ കോണ്ടാക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മെറ്റൽ ഡെപ്പോസിഷൻ നടത്തേണ്ടി വരും, അല്ലെങ്കിൽ പോളിസിലിക്കൺ ഡെപ്പോസിഷൻ നടത്തേണ്ടി വരും. അല്ലെങ്കിൽ ചില സമയത്ത് ഡൈഇലക്ട്രിക് സിലിക്കൺ ഡൈ ഓക്സൈഡ് പോലത്തെ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഓക്സൈഡ് ഫിലിമിൻ്റെ ഡെപ്പോസിഷൻ നടത്തേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിനാണ് ഫിലിം ഡെപ്പോസിഷൻ അല്ലെങ്കിൽ മെറ്റൽ ഫിലിം ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഫിലിംസാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഡൈഇലക്ട്രിക് ആൻഡ് പോളിസിലിക്കൺ. യൂസസ് ഓഫ് ഫിലിംസ്: to provide conducting regions within the devices, to provide electrical insulation between metals, for passivations of devices and integrated circuits, making ohmic contacts. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിലിംസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെറ്റൽ ഫിലിംസ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് കോണ്ടാക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ഗേറ്റിൻ്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റൽ കോട്ടിങ് കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ഓക്സൈഡ് ഡൈഇലക്ട്രിക് കോണ്ടാക്ട്സ് കൊടുക്കുന്നതിനായിരിക്കും, ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഓമിക് കോണ്ടാക്ട്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ളതിനൊക്കെ നമ്മളിത് മെറ്റൽ ഫിലിം ഡെപ്പോസിഷൻ നടത്തുന്നുണ്ട്. സോ മെത്തേഡ്സ് ഓഫ് ഫിലിം ഡെപ്പോസിഷൻ മെത്തേഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡൈഇലക്ട്രിക് ഡെപ്പോസിഷൻ ആൻഡ് പോളിസിലിക്കൺ ഡെപ്പോസിഷൻ. In that case, dielectric deposition is again divided into physical method and chemical method of dielectric deposition. And in your case, you have to study the chemical method. That is, chemical method is divided into CVD, that is chemical vapor deposition. It is divided into APCVD, PECVD, LPCVD. Okay, and physical methods is classified into vacuum evaporation, sputtering. Sputtering is divided into DC and RF. Here we are interested in chemical vapor deposition. So what is chemical vapor deposition and other classification we will see later. Okay, chemical vapor deposition. Chemical vapor deposition is widely used technique for depositing thin films of a large variety of materials. Applications of chemical vapor deposition ranges from fabrication of microelectronic devices to the deposition of protective coatings. സോ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? തിൻ ഫിലിം ഓഫ് മെറ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ മൈക്രോ ഇലക്ട്രോണിക്സ് ഡിവൈസസ് എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ സ്മോൾ ആയിട്ടുള്ള ഡിവൈസസ്, അതായത് ICയിലും മറ്റും ഇതാക്കേണ്ട ഫാബ്രിക്കേഷനിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? CVD പ്രോസസ്സാണ് പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ വേപ്പർ deposition use ചെയ്യുന്നത്. In a typical CVD process, reactant gases, that is often diluted in a carrier gas, at room temperature enters the reaction chamber. The gas mixture is heated as it approaches the deposition surface and heated radiatively or placed upon a heated substrate. So chemical vapor decomposition process നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ സബ്സ്ട്രേറ്റിനൊക്കെ നമ്മൾ ഡിഫ്യൂഷനൊക്കെ നടത്തി, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള അയൺ ഇംപ്ലാന്റേഷനൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സോഴ്സിൻ്റെയും ഡ്രെയിനിൻ്റെയും ഗേറ്റിൻ്റെ ഒക്കെ കോണ്ടാക്ട്സ് എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പോൾ അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സംഭവം, അതായത് നമ്മൾ ഈ വേഫർ ഡിഫ്യൂഷനൊക്കെ നടത്തിയ വേഫറിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചാമ്പറിലാണ്, ഒരു റിയാക്ഷൻ ചാമ്പറിലാണ് വെക്കുന്നത്. ആ റിയാക്ഷൻ ചാമ്പറിലേക്ക് ഡിഫറെൻറ്റ് ഗ്യാസ് മിക്സ്ചർ നമ്മൾ കൊടുക്കും, അത് ഹീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ കെമിക്കൽ വേപ്പർ ഡെക്കമ്പോസിഷൻ നടത്തുന്നത്. ദാറ്റ് ഈസ് ഇൻ എ ടിപ്പിക്കൽ CVD പ്രോസസ്, റിയാക്റ്റൻ്റ് ഗ്യാസസ് അറ്റ് റൂം ടെമ്പറേച്ചർ എൻ്റർ ദി റിയാക്ഷൻ chamber. The gas mixture is heated as it approaches the deposition surface, heated radiatively or placed upon a heated substrate. So ഒരു ഗ്യാസ് മിക്സ്ചർ നമ്മൾ ഈ റിയാക്ഷൻ ചാമ്പറിലേക്ക് സെൻഡ് ചെയ്യും, ഒരു ഇൻലെറ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഗ്യാസസ് ഡിഫറെൻറ്റ് റിയാക്ഷൻസ് നടക്കും ഈ ഗ്യാസ് മിക്സ്ചറിൻ്റെ ഇടയിൽ. എന്നിട്ടാണ് പിന്നെ അത് എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ വേപ്പർ ഡെക്കമ്പോസിഷൻ പ്രോസസ് ആർ atmospheric, that is APCVD, that is atmospheric pressure chemical vapor decomposition, low pressure chemical vapor deposition, plasma assisted chemical vapor decomposition, that is PECVD, photochemical vapor deposition PCVD, laser chemical vapor deposition LCVD, metal organic chemical vapor deposition or MOCVD. ഇത്രയുമാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. CVD കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ്റെ CVDയിൽ വരുന്നത്. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ KTU സിലബസ് പ്രകാരമുള്ള. സോ CVD is the, first of all let us see the reaction setup for CVD. CVD is the formation of a non-volatile solid film on a substrate by the reaction of vapor phase chemicals or reactants that contains required constituents.
സോ വേപ്പർ ഫേസിലുള്ള കെമിക്കൽസ് റിയാക്ട് ചെയ്തിട്ട് ഒരു സബ്സ്ട്രേറ്റിന് സിലിക്കൺ സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ ഒരു സോളിഡ് ഫിലിം ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെപ്പോസിഷനാണ് നടക്കുന്നത്. എന്തിൻ്റെ ഡെപ്പോസിഷനാണ് നടക്കുന്നത്? മെറ്റൽ കോണ്ടാക്ട്സിന് വേണ്ടിയിട്ടുള്ള ഡെപ്പോസിഷനാണ് നടക്കുന്നത്. അത് കെമിക്കൽ റിയാക്ഷൻ, വേപ്പർ ഫേസിലുള്ള ഗ്യാസസിൻ്റെ കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ദി വേഫേഴ്സ് ആർ കെപ്റ്റ് ഇൻ ദി ചാമ്പർ ആൻഡ് ചാമ്പർ ഈസ് ഇവാക്വേറ്റഡ്. Then wafer is heated to desired temperature, then gases are supplied. സോ നമ്മൾ ആദ്യം എന്താണ് സെറ്റപ്പ്, നമ്മൾ ഇതിന് മുമ്പേ ചെയ്ത പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയ വേഫേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ചാമ്പറിൽ വെക്കും. അത് ഇവാക്വേറ്റ് ചെയ്ത് വേറൊരു ഗ്യാസും ഉണ്ടായിരിക്കില്ല, കംപ്ലീറ്റ് ആയിട്ട് ഇവാക്വേറ്റ് ചെയ്ത ഒരു ചാമ്പറിലാണ് ഈ വേഫേഴ്സ് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വേഫേഴ്സ് പ്ലേസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒരു സസെപ്റ്റർ, അതായത് സപ്പോർട്ടർ കൊടുത്തിട്ടുണ്ട്, അതിനെ ഹീറ്റ് ചെയ്യാൻ കഴിയും സസെപ്റ്ററിന്. അധികവും ഗ്രാഫൈറ്റ് സസെപ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേഫർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വേഫർ ഒരു ചാമ്പറിലാണ്, ആ ചാമ്പറിലേക്കാണ് നമ്മളെന്ന് ഗ്യാസ് ഇൻലെറ്റ് കൊടുക്കുന്നത്. അപ്പോൾ വേഫറിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫൈറ്റ് സസെപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഇൻലെറ്റ് ഒരു സൈഡിലൂടെ തന്നെ കൊടുക്കും. അപ്പോൾ ആ ഗ്യാസ് ഇൻലെറ്റ് ഈ ടെമ്പറേച്ചറിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടന്നിട്ട് ഈ വേഫറിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് ഗ്യാസ് ഇൻലെറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ റെസിജ്വൽ ഗ്യാസസ് ആയ ഒരു ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ആ ബൈ പ്രൊഡക്ട്സ് ഗ്യാസ് എക്സോസ്റ്റായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്, ഔട്ട്ലെറ്റായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നടക്കുന്ന റിയാക്ഷൻ, മെയിനായിട്ടുള്ള റിയാക്ഷനാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ടു ഡെപ്പോസിറ്റ് സിലിക്കൺ. ഇപ്പോൾ നമുക്കൊരു സിലിക്കണാണ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിലൈനായ SiCl4 ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. SiCl4 + 2H2 ഗിവ്സ് Si+4HCl. പോളിസിലിക്കണാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. SiH4 ഡീകമ്പോസേറ്റ് സിലിക്കൺ N + 2H2 ഉണ്ടാകുന്നു. ടു ഡെപ്പോസിറ്റ് സിലിക്കൺ ഡൈ ഓക്സൈഡ് സിലൈൻ silicon tetrahydride is react with oxygen. SiH4 react with oxygen to give SiO2 + 2H2. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡെപ്പോസിഷൻ പ്രോസസ്സിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് താഴെ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഗ്യാസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നുള്ള പാത്താണ് കാണിച്ചിരിക്കുന്നത്. 1, 2, 3, 4, 5, 6, 7 എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യ സ്റ്റെപ്സ് ദാറ്റ് ഓക്കർ ഡ്യൂറിങ് ദി CVD പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ വേഫറിൻ്റെ മുകളിൽ 3, 4, 5ലാണ് ഡെപ്പോസിഷൻ നടക്കുന്നത്. അപ്പോൾ ഒന്നാമത് ട്രാൻസ്പോർട്ട് ഓഫ് ദി റിയാക്റ്റൻറ്റ് ഫ്രം ഗ്യാസ് ഇൻലെറ്റ് ടു ദി പ്രോക്സിമിറ്റി ഓഫ് ദി വേഫർ. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, അപ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് ഗ്യാസ് മിക്സ്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്യാസ് ചാമ്പറിലേക്ക്, ഒരു വാക്യൂം ചാമ്പറിൽ ഇവാക്വേറ്റ് ചെയ്ത ചാമ്പറിലേക്ക് ഗ്യാസ് ഇൻലെറ്റ് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ ട്രാൻസ്പോർട്ട് ഓഫ് ദി റിയാക്റ്റൻസ് ബൈ ഡിഫ്യൂഷൻ ഫ്രം ദി മെയിൻ ഗ്യാസ് സ്ട്രീം ത്രൂ ദി ബൗണ്ടറി ലെയർ ടു ദി വേഫർ സർഫസ്. പിന്നെ എന്താണ്, ഡിഫ്യൂഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. കാരണം ഗ്യാസ് ഇൻലെറ്റ് കൊടുക്കുമ്പോൾ ഔട്ട്സൈഡിലാണ് ഗ്യാസിന് കൂടുതൽ കോൺസെൻട്രേഷൻ അല്ലേ, അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ കൂടിയ റീജിയനിൽ നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ റീജിയനിലേക്ക് ഗ്യാസ് ഡിഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തേർഡ് സ്റ്റെപ്പിൽ അബ്സോർപ്ഷൻ ഓഫ് ദി റിയാക്റ്റൻസ് ഓൺ ദി വേപ്പർ സർഫസ്. തേർഡ് സ്റ്റെപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ഈ നമ്മൾ ഇൻലെറ്റായിട്ട് കൊടുക്കുന്ന ഗ്യാസസിൻ്റെ റിയാക്റ്റൻസ് വേപ്പർ സർഫസിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. സോ സർഫസ് റിയാക്ഷൻസ് ഇൻക്ലൂഡിങ് കെമിക്കൽ ഡീകമ്പോസിഷൻ ഓർ റിയാക്ഷൻ ടു റിലീസ് സിലിക്കൺ. സോ ഫോർത്ത് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, സിലിക്കണാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ വേഫർ സർഫസിൽ വെച്ചിട്ട് റിയാക്ഷൻസ് നടക്കും. ആ റിയാക്ഷൻസിന് മെയിനായിട്ട് കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ് നടക്കുന്നത്. നമ്മൾ ഇൻലെറ്റായിട്ട് കൊടുത്ത ഗ്യാസിൻ്റെ ഡീകമ്പോസിഷൻ നടന്നിട്ട് സിലിക്കൺ ഡെപ്പോസിറ്റ് ചെയ്യും. ആ റിയാക്ഷനാണ് കെമിക്കൽ ഡീകമ്പോസിഷൻ സ്റ്റെപ്പാണ് ഇവിടെ പറഞ്ഞത്. SiCl4 + 2H2 ഗിവ്സ് Si+4HCl. അവിടെ സിലിക്കൺ ഉണ്ടാകുന്നുണ്ട്. ആ സിലിക്കണാണ് വേഫറിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ഡീസോപ്ഷൻ ഓഫ് ബൈ പ്രൊഡക്ട്സ് ഫ്രം ദി സർഫസ്. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഇപ്പോൾ ഇത്ര റിയാക്ഷൻ നടന്ന ബൈ പ്രൊഡക്റ്റായിട്ട് സിലിക്കൺ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബാക്കി ബൈ പ്രൊഡക്റ്റ് എന്താണ്, 4HCl ഉണ്ടല്ലേ. അപ്പോൾ ആ 4HCl റിമൂവ് ചെയ്യപ്പെടും. അതാണ് പറയുന്നത് ഡിസോപ്ഷൻ ഓഫ് ബൈ പ്രൊഡക്ട്സ് ഫ്രം ദി സർഫസ്. ദെൻ സിക്സ്ത് സ്റ്റെപ്പിൽ ട്രാൻസ്പോർട്ട് ഓഫ് ബൈ പ്രൊഡക്ട്സ് എവേ ഫ്രം ദി സർഫസ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് അതിൽ നടക്കുന്നത്. റിയാക്ഷൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തിരിക്കുക, SiCl4 + 2H2 ഗിവ്സ് Si+4HCl. ഓക്കെ. And seventh step, transport of the byproducts away from the reactor. So last byproducts എല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് CVD പ്രോസസ്, മെനി ഗ്യാസസ് യൂസ്ഡ് ഇൻ ദി CVD ആർ ഹൈലി കൊറോസീവ് ആൻഡ് ടോക്സിക് ആയിട്ടുള്ളതും കൊറോസീവ് ആയിട്ടുള്ള വേഫർ സർഫസിൽ ചിലപ്പം കൊറോഷൻ പിടിക്കാം, അതായത് തുരുമ്പ് പിടിക്കാം. അതുപോലെ വേഫർ സർഫസിനെ ബാധിക്കുന്ന രീതിയിലുള്ള ബൈ പ്രൊഡക്ട്സ് CVDയിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിൽ തന്നെ CVDയിൽ കെമിക്കൽ വേപ്പർ ഡെക്കമ്പോസിഷൻ സിസ്റ്റംസ് ആണ് ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത്. ലോ പ്രഷർ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ LPCVD. അപ്പോൾ ഇൻ LPCVD ദി CVD പ്രോസസ് ഈസ് ഡൺ അറ്റ് സബ് അറ്റോമിക് പ്രഷർ. അപ്പോൾ ലോ പ്രഷർ എന്ന് പറയുമ്പോൾ ലോ പ്രഷറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ CVD പ്രോസസ്സ് നടക്കുന്നത്. അതിൻ്റെ പ്രഷർ എത്രയാണ്, 0.12 1 ടോർ ആണ്. ടോർ എന്ന് പറയുന്നത് പ്രഷറിൻ്റെ ഒരു യൂണിറ്റ് ആണ്. ഓക്കെ. റെഡ്യൂസ്ഡ് പ്രഷർ ടെൻ ടു റെഡ്യൂസ് അൺവാണ്ടഡ് ഗ്യാസ് ഫേസ് റിയാക്ഷൻസ് ആൻഡ് ഇംപ്രൂവ് ഫിലിം
യൂണിഫോമിറ്റി അക്രോസ് വേഫർ. അപ്പോൾ ഈ പ്രഷർ കുറയുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹീറ്റിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഗ്യാസസ് റിയാക്ട് ചെയ്തിട്ട് ബൈ പ്രോഡക്ട്സ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്യാസ് ഫേസ് റിയാക്ഷൻസ് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിനെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിലിക്കൺ ഫിലിം അല്ലെങ്കിൽ മെറ്റൽ ഫിലിമിൻ്റെ യൂണിഫോമിറ്റി കൂട്ടുകയും ചെയ്യും. യൂണിഫോമിറ്റി കൂട്ടുന്നേരം എന്താണ്, നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ഔട്ട്കം അതിനുണ്ടാകും. അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫിലിമിന് നല്ല യൂണിഫോമിറ്റി ഉണ്ടാകും. അപ്പോൾ ഇത്രയുമാണ് ലോ പ്രഷർ കെമിക്കൽ വേപ്പർ ഡീകമ്പോസിഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ലോ പ്രഷറിലാണ് നടക്കുന്നത്, റിഡ്യൂസ്ഡ് പ്രഷറിൽ നടക്കുന്നത് കൊണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്യാസ് ഫേസ് റിയാക്ഷൻസ് ഒഴിവാക്കപ്പെടുന്നുണ്ട്. അത് ഫിലിം യൂണിഫോമിറ്റി, അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫിലിമിൻ്റെ യൂണിഫോമിറ്റി കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിയാക്ഷൻ നേരത്തെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഡയഗ്രാണ് LPCVDന് ജസ്റ്റ് ഗ്യാസ് ഇൻലെറ്റ് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഗ്യാസ് എക്സോസ്റ്റ് ആയിട്ടുള്ള ഗ്യാസ് ഔട്ട്ലെറ്റ് കാണിച്ചിട്ടുണ്ട്. ബൈ പ്രൊഡക്ട്സ് പിന്നെ കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു പ്രഷർ സെൻസർ ഉണ്ട്. പ്രഷർ നമ്മൾ കീപ്പ് ചെയ്യുന്നത് 0.1 to 1 torr വരെയാണ്. അതിൽ കൂടുന്നേരം പ്രഷർ സെൻസർ അത് ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ആ ലിമിറ്റഡ് പ്രഷറിനുള്ളിൽ പ്രഷർ സെൻസർ അതിനെ കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനുള്ള ഇൻഫോർമേഷൻ കാണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ളതിൽ വേഫേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. എന്നിട്ട് ആ ഈ ഗ്യാസ് ഇൻലെറ്റ് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ടെമ്പറേച്ചറും കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിലിം ഈ വേഫേഴ്സിന് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദർ ആർ 2 types of LPCVD reactors for improving uniformity and step coverage. Organometallic sources such as tetraethoxysilane or TEOS can be used. That is tetraethoxysilane means TEOS can be used. അതായത് യൂണിഫോമിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ ആണ് ടെട്രാ എത്തോക്സിസിലൈൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സിലൈൻ എന്ന് പറയുന്നത് SiCl4 ആണ്. ഇത് ടെട്രാ എത്തോക്സിസിലൈൻ എന്ന് പറയുമ്പോൾ SiO2H5 എന്നാണ് അതിൻ്റെ കെമിക്കൽ ഫോമുല. അപ്പോൾ അത് എന്തിനാണ്, യൂണിഫോമിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫിലിമിൻ്റെ സിലിക്കൺ ഫിലിമിൻ്റെ യൂണിഫോമിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സിലിക്കൺ, അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, LPCVD റിയാക്ടറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, അത് യൂണിഫോമിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ക്യാൻ ബി ഫോംഡ് അറ്റ് അബവ് 400 degrees Celsius by reacting TEOS and O3. That is O3. What is O3? O3 is ozone. TEOSും ഓസോണും 400 degrees Celsiusൽ റിയാക്ട് ചെയ്ത് സിലിക്കൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് ഫിലിമാണ് ഫോം ചെയ്യുന്നത്. ഹൈ യൂണിഫോമിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് TEOS? TEOS can be provided as a stable, inert, high vapor pressure liquid, and uniform layer can be obtained by using TEOS. The need for hazardous chemical handling can be eliminated. So TEOSൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, യൂണിഫോമിറ്റിയാണ് മെയിനായിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രഷർ എന്ന് പറയുന്നത് സ്റ്റേബിൾ, ഇനേർട്ട്, ഹൈ വേപ്പർ പ്രഷർ ലിക്വിഡ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്ലാസ്മ എൻഹാൻസ്. ഇതിപ്പോൾ പറഞ്ഞ ലോ പ്രഷർ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ്റെ കേസാണ് പറഞ്ഞത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്മ എൻഹാൻസ്ഡ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. നമ്മൾ ആദ്യം CVD കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ പറഞ്ഞു, പിന്നെ ലോ പ്രഷർ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. നെക്സ്റ്റ് ഈസ് പ്ലാസ്മ എൻഹാൻസ്ഡ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. അതായത് ഇവിടെ എന്തുണ്ടാവും, ഒരു പ്ലാസ്മ എന്നുള്ള ഒരു മീഡിയം കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ CVD പ്രോസസ് ദാറ്റ് യൂട്ടിലൈസസ് പ്ലാസ്മ ടു എൻഹാൻസ് കെമിക്കൽ റിയാക്ഷൻ റേറ്റ്സ് of the reactants, and here plasma is kept between 2 electrodes and which are held a few centimeters apart. The rotating substrate is grounded with provision for reaction field at its center. Here films can be deposited at very low substrate temperature. So CVD പ്രോസസ്സ് പ്ലാസ്മേനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കെമിക്കൽ റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ഒരു ഇതാണ്. അതായത് നമുക്ക് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഫേസ് ഉണ്ട്. അതുകൂടാതെ പ്ലാസ്മ എന്നുള്ള ഫേസിലുള്ള ഒരു മെറ്റീരിയലും കൂടി എന്താണ്, മെറ്റീരിയലിൻ്റെ സ്റ്റേറ്റ് ആണ് അല്ലേ. അത് പ്ലാസ്മയും കെമിക്കൽ റിയാക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്മ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോഡ്സിനിടയിലാണ് ഈ പ്ലാസ്മ പ്ലേസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്ലാസ്മ ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ 2 electrodes which are held a few centimeters apart. The rotating substrate is grounded with provision for reaction field at its center. Here films are deposited at very low substrate temperature. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിയാക്ഷൻ സെറ്റപ്പ് കാണാൻ കഴിയും. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേഫേഴ്സിന് നമ്മളിവിടെ ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്മ എന്തുണ്ട്, 2 ഇലക്ട്രോഡ്സിനിടയിൽ കീപ്പ് ചെയ്യുന്നത്. അതായത് ഗ്യാസ് ഫേസിലുള്ള ഗ്യാസസ് ഇൻലെറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്യാസ് ഫേസിലുള്ള റിയാക്ഷനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്ലാസ്മ സ്റ്റേറ്റിലുള്ളത് ഇലക്ട്രോഡ്സിനിടയിൽ കൊടുക്കുന്നത്. ഓക്കെ,
So example for this is deposition of silicon dioxide over aluminium. അതായത് അലൂമിനിയത്തിൻ്റെ മുകളിൽ സിലിക്കൺ ഡൈ ഓക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിഷൻ ഓഫ് സിലിക്കൺ നൈട്രൈഡ് ഓവർ ഗാലിയം ആർസനൈഡ് മുകളിലും ഡെപ്പോസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഡിഫറെൻറ്റ് മെത്തേഡാണ്. ആൻഡ് ഡെപ്പോസിഷൻ ഓഫ് സം പോപ്പുലർ ഡൈഇലക്ട്രിക് ഫിലിംസ് ആർ ഓക്സൈഡ് ആൻഡ് നൈട്രൈഡ്. സോ ഹൗ വി ക്യാൻ ഡെപ്പോസിറ്റ് ഓക്സൈഡ്? സപ്പോസ് നിങ്ങളൊരു മോസ്ഫെറ്റ് എടുക്കുകയാണെങ്കിൽ ചില സമയത്ത് സിലിക്കൺ ഡൈ ഓക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ 3 മെത്തേഡ്സാണ് ഓക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് റിയാക്ടിങ് സിലൈൻ ആൻഡ് ഓക്സിജൻ. സോ അതായത് ഓക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിയാക്ഷൻ വേപ്പേഴ്സ് ആണ് SiH4+2O2 that is takes place in below a temperature 500 degrees Celsius. So silicon dioxide plus 2H2O will be produced, that is used to deposit oxide over aluminum layer. And next, second method is reacting DCS or dichlorosilane and nitric oxide, that is N2O. The process is done at about 900 degrees Celsius and uniformity and step coverage is excellent in this case. And the next is thermal decomposition of TEOS. These are the 3 methods to deposit oxide. ആ റിയാക്ഷൻ നമ്മൾ മുന്നേ പറഞ്ഞതാണ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ്റെ കേസിൽ. അത് നമ്മൾ സൈഡിൽ എഴുതിയിട്ടുണ്ട്. യു ക്യാൻ സീ ഹിയർ. ലെറ്റ് സീ. സോ ഇത്രയുമാണ് ഡെപ്പോസിഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. താങ്ക് യു.